ആദ്യത്തെ നമ്മൾ പാലട പായസം നമ്മൾ കഴിച്ചു, നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ നമ്മൾ കാത്തിരുന്ന സാധനം എത്തിയിട്ടുണ്ട്, മുളയരി പായസം. ഏകദേശം 1 മണിയായി അല്ലേ? 1 മണിയായി. മോളൊന്ന് ഓപ്പൺ ചെയ്ത് കാണട്ടെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സത്യത്തിൽ ഞാൻ മുളയരി പായസം. പലയിടത്തും ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ട്, ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ. ശരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ അരിപ്പായസമൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. നിങ്ങളെല്ലാം കഴിക്കാൻ വന്നവരാണോ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ എനിക്ക് വന്നൊരു അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. എങ്കിലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർ, ഈ ചേട്ടന്മാരെല്ലാവരും വന്നിട്ടുണ്ട് കഴിക്കാൻ. ഇത് എന്താ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഈ ഒരു സാധാരണ നമ്മുടെ അരിപ്പായസത്തിൽ നിന്നിട്ട് എന്താ വ്യത്യാസം? അതായത് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെ പ്രോസസ്സിംഗ് ആണെന്ന് അറിയാമോ? ഇത് തലേദിവസം കുതിരാൻ വേണ്ടി ഇടണം. വൈകിട്ട് നമ്മൾ കുക്കറെ വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് പൊരിഞ്ഞ് വരത്തില്ല. നമ്മൾ വിറകടുപ്പേ വെച്ച് വേവിച്ചുകൊണ്ടാണ് വരുന്നത്, അപ്പോഴേ പൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ ഈ 1 മണി വരെയെങ്കിലും താമസിക്കുന്നതിന്റെ കാര്യം അടുപ്പിനകത്ത് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് പലയിടത്തും ബോർഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുക, അങ്ങനെ ഞാനിത് കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് സത്യത്തിൽ കഴിക്കുന്നത്. ഇത് നമ്മുടെ അരിപ്പായസത്തിൻ്റെ ഒരു അരിപ്പായസത്തിനൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇത് ഈ അരി ഇതോടെ വാങ്ങിക്കാൻ കിട്ടത്തില്ല? മുളയരി ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തും. ഒരാഴ്ചത്തേക്കുള്ള അരി ഞങ്ങൾക്ക് കൊണ്ടുതരും അവർ. എന്തായാലും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടെ പറയാം. ഞങ്ങളിപ്പം പന്തളത്തുനിന്നാണ് വരുന്നത്. പന്തളത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പന്തളം കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് ഒരു സിമെൻറ്റ് ജംഗ്ഷൻ പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറി കുറച്ചും കൂടി വരുമ്പോഴത്തേക്ക് നമ്മൾ കോട്ടയം വരുന്ന റോഡ്, അതായത് ബൈപ്പാസ്, നാട്ടകം ബൈപ്പാസിൻ്റെ ഞാൻ ലൊക്കേഷൻ കാണിച്ചു കണ്ടവല്ലേ, വയല. ഈ വയലെല്ലാം നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കുന്നു. ഇതുപോലെ അപ്പുറം ഇപ്പുറം എല്ലാം വെള്ളം കയറി കിടക്കുന്നു. ഈ ഒരു പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കാണിച്ചു കൊടുത്തേ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മുളയരി പായസം. താല്പര്യമുള്ള ആൾക്കാരൊക്കെ വന്ന് കഴിക്കണം. ഇത് കഴിക്കണമെന്നുള്ളതല്ല, ഇതുപോലുള്ള എന്താ പറയുക, പാവപ്പെട്ട ആൾക്കാർ നമ്മൾ വലിയ കടകളിൽ പോയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെനിഫിറ്റ് ആകും ഇതുപോലുള്ള പാവങ്ങൾക്ക്. ഒരു നേരം എന്താ പറയുക, നിങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും വന്ന് കഴിക്കണം. അതേ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ നല്ലതെന്ന് പറയാറുള്ളൂ. അടിപൊളിയാട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ കാഷ്യൂനട്ടൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ രുചിയൊക്കെ ഉണ്ട്. എന്തായാലും ഇവരുടെ അഭിപ്രായം കൂടെ ഒന്നറിയാം. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണോ? പിന്നെ ഞങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ എല്ലപ്പോഴും കയറി കഴിക്കുന്നതാണ്. വരുമ്പോഴത്തേക്ക് സ്ഥിരം മേടിച്ച് കഴിക്കുന്നതല്ലേ? എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടു വണ്ടിക്കകത്ത് നേരത്തെ പണി കഴിഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു ഞങ്ങൾ വണ്ടിയിൽ എല്ലാവരും കൂടെ വന്ന് എന്താ പറയാ പായസം കൂട്ടാണ്ട് വന്നാന്ന് ഞാൻ വിചാരിച്ചു. നേരത്തെ വന്നാ പണി ഉച്ചവരെ ഉള്ളത്. എത്ര നാൾ കൊണ്ടിട്ട് മോളെ ഇവിടെ? 2 മാസം കൊണ്ട്.